എല്ലാവരും ഒരുമിച്ചാണോ? ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞങ്ങൾ എല്ലാ വർഷവും വരും. എല്ലാ വർഷവും വരും. എന്താ എല്ലാ വർഷവും വരുന്നത്? നവരാത്രിക്ക് ഇവിടെ വരുന്ന ഒരു സന്തോഷമാണ്. ഒരു ടീമായിട്ട് പാലക്കാട് നിന്ന് എവിടുന്നാ? അപ്പം വർഷങ്ങളായിട്ട് വരുന്ന ആളുകളാണ്. അവിടെ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ കൂട്ടത്തിലുള്ളയാണോ? അതെ അതെ. നിങ്ങൾ എന്തെങ്കിലും കൂട്ടായ്മയാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ? സൗഹൃദ കൂട്ടായ്മയാണ്. അങ്ങനെ ഒരുമിച്ച് വരുവാണ്. ഓക്കെ, നടക്കട്ടെ. അപ്പൊ ഒരു പാലക്കാടൻ ടീംസാണ്. ഞങ്ങൾ തിരുവനന്തപുരത്താണ്. പാലക്കാട് ആളുകളാണ് ഒരുമിച്ച് ഭൂരിഭാഗവും മലയാളികളാണ്. മലയാളികൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും മലയാളീസാണ്. ഏതാണ്ട് 80% ആളുകളും മലയാളികളാണ്. മലയാളികളുടെ ഒരു ക്ഷേത്രമായി മാറിയതിനും ഇന്നലെ പറഞ്ഞു ശങ്കരാചാര്യരുമായി അതിനൊരുപാട് ബന്ധമുണ്ട് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒപ്പം അന്യ സംസ്ഥാനക്കാരായ ഒരുപാട് ആളുകളും വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അങ്ങനെ വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്നത്തെ നവമി ദിവസത്തിൽ, മഹാനവമി ദിവസത്തിൽ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഉച്ചയ്ക്ക് 1:15 പുഷ്പരഥ യാത്രയ്ക്കായി കാത്തു നിൽക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം എന്നുള്ളതാണ്. ഇരട്ടക്കുട്ടികളാണോ ഇത്? ഇത് പേരെന്താ? എത്രയിലാ? 1ാം ക്ലാസ്സിലാണോ? എത്രയിലാ പഠിക്കുന്നത്? പ്രീ കെ ജിയിലാണോ? ഇന്ന് പ്രീ കെ ജി പോവണ്ടേ? പോണോ? ഇന്നില്ലല്ലോ, അവധിയല്ലേ? എന്താണ് വിശേഷം? പറ. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. നല്ല വിശേഷമാണോ? സുഖമാണോ? ഇവിടെയാണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഇന്ന് വരികയാണ്. അതെല്ലാ വർഷം വരുമോ? അല്ല, ആദ്യമായിട്ട് വരിക. വിദ്യാരംഭത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ വിദ്യാരംഭം നടത്തണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹമായിരുന്നു. മൂകാംബിക ക്ഷേത്രത്തെ അമ്മേനൊപ്പം ഇതൊരു വിദ്യാരംഭം ചെയ്യണമെന്ന് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഇതിന് സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അത് മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അമ്മ വിചാരിക്കാൻ വേണം. അമ്മ വിചാരിക്കാൻ വേണം. നമ്മളെ കൊണ്ടുവരണം, അമ്മ വിചാരിക്കണം. അതാണ്. കുറെ സമയമായി. ആക്ച്വലി ഒരു കൊല്ലം കൊണ്ട് ഞാൻ ആലോചിക്കുക. പക്ഷെ ഇന്നാണ് തീർച്ചയായിട്ടും ഒരു അമ്മ അനുഗ്രഹിച്ചതും സാധിച്ചു. ഇന്നാണ്. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും കിട്ടട്ടെ അമ്മയുടെ. അവിടെ സന്തോഷം പോകത്തുണ്ട്. പട്ടുപാവാടയൊക്കെ എടുത്തൊരു കുട്ടി താരമുണ്ട്. ഹലോ, ഹായ് ഹായ്. ഷേക്കൻ. പേരെന്താ? അവിഷ. സുന്ദരിയാണല്ലോ. എഴുത്തിനിരുത്താൻ വേണ്ടി വന്നതാണോ? ശരി. നാളെ അല്ലേ? പിന്നെ ഇന്ന് എഴുത്തിനിരുത്തിയോ? അങ്ങനെ ചെയ്യൂ? ഇന്ന ദിവസം ചെയ്യുമോ? ഇന്നും ചെയ്തു. ഇന്ന് നവരാത്രി അല്ലേ, അതുകൊണ്ട് എഴുത്തിനിരുത്താൻ വേണ്ടി വന്നതാണ്. സാധാരണ നാളെ വിജയദശമി ദിവസം അല്ലേ എഴുത്തിനിരുത്താറ്? ഞങ്ങള് ഇന്ന് വന്നു. ഇവിടെ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ എല്ലാ ദിവസവും എഴുത്തിനിരുത്താലോ. അതുകൊണ്ട് ഇന്ന് തിരിച്ചു പോവോ? ഇന്ന് പോകുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടന്നല്ലേ? എല്ലാം ഭംഗിയായി നടന്നു. വലിയ ആഗ്രഹമായിരുന്നല്ലേ ഇവിടെ തന്നെ? ഇവിടുത്തെ ഫസ്റ്റ് ആദ്യത്തെ ഞങ്ങൾ വന്നത് ബംഗളൂരിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും, ഇന്നലെ നമ്മളോട് അധികം സംസാരിച്ചു, ഇവിടെ എല്ലാ ദിവസവും നവരാത്രിയാണ്. അപ്പം കൊല്ലം. ശരി. എല്ലാ വർഷവും വരുന്ന ആളാണോ? 9 കൊല്ലം കൊണ്ട് വരുന്നുണ്ട്. 9 കൊല്ലം. കഴിഞ്ഞ മാസവും വന്നു പോയത്. ഇത്തവണ എന്തെങ്കിലും കാര്യമായ പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? ഒരുപാട് കാര്യം നല്ല അമ്മ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തരുന്നുണ്ട്. ഫാമിലി ആയിട്ടാണോ അതോ? ഇല്ല, ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളായിട്ട് ഫാമിലിയായിട്ട് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. എല്ലാ വർഷത്തിലും 2 വട്ടം വരും അല്ലേ? 2 വട്ടം വരും. അങ്ങനെ ഒരു എപ്പോഴും വരണമെന്നൊരു ആഗ്രഹം തോന്നുന്നു. പെട്ടെന്ന് ഒരു വിളി പോലെ വരും. അപ്പൊ അങ്ങ് പുറപ്പെടും, കണ്ട് മടങ്ങി സന്തോഷത്തോടെ മടങ്ങും. അതാണ്. ഇപ്പൊ 4 ദിവസമായി വന്നിട്ട്. ഇത് കഴിഞ്ഞേ പോകത്തുള്ളൂ. രഥഘോഷയാത്ര കഴിഞ്ഞേ പോകുള്ളൂ. നാളെ പോകും. നാളെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? താമസം കുഴപ്പമില്ല. ഇപ്പൊ തന്നെ നല്ല കൂടുതലാണെന്ന് തോന്നുന്നു. റൂമിന് തന്നെ 5000 ദിവസം. എന്നാലും അമ്മ അതിനുവേണ്ടി എല്ലാം തരുന്നുണ്ട്. നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും വിദ്യാരംഭം നടക്കുന്ന എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തുനിർത്തുന്ന ഒരു അമ്പലം കൂടിയാണ് മൂകാംബിക ദേവീക്ഷേത്രം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അത് പൂജാരിയുടെ മുൻപിൽ ഇരുന്ന് ചടങ്ങുകൾ അതിന്
ഭാഗമാകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ സാധാരണ രഞ്ജിത്ത് ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ആദ്യമായിട്ട് അക്ഷരം കുറിക്കുക. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാവർക്കും അക്ഷരം കുറിക്കാം, നമുക്കും അക്ഷരം എഴുതാം എന്നുള്ളതാണ്. അമ്മയുടെ മുന്നിൽ അതിന്റെ പുണ്യം തേടി ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞത് എല്ലാ ദിവസവും നവരാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും മറ്റ് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ദിവസവും അക്ഷരം കുറിക്കാം എന്നുള്ളത്. നാളെയാണ് വിജയദശമി എങ്കിൽ കൂടി മൂകാംബിക അമ്മയ്ക്ക് എന്നും ഇത്തരത്തിലുള്ള വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ കുറിക്കും. അതിന് പ്രായമില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അക്ഷരം എഴുതാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു मे सदा अविद्या मूलनाशिन्यै विद्या अवयव मूर्तये सर्वविद्या प्रदायिन्यै मूकाम्बायै नमो नमः. ഇത് കയ്യിൽ പിടിക്കണം. മഞ്ചലെല്ലാം കുട്ടികളെ കയ്യിൽ കൊടുത്തോളൂ. ഞാൻ പറഞ്ഞ പോലെ എഴുതിക്കണം, ഇല്ലാന്ന് കൈ പിടിച്ചിട്ട് എഴുതിക്കണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. गुरुभ्यो नमः. आ आ इ ई उ आ आ इ ई उ 1 2 3 4 5 നമ്പർ 1 2 3 4 5. അങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്. കുഞ്ഞുങ്ങൾ അതിന് പ്രായമില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇത് തന്നെയാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ വന്ന് ഹരിശ്രീ കുറിച്ചു മടങ്ങാം. അത് എല്ലാ വർഷവും എല്ലാ ദിവസവും ഹരിശ്രീ കുറിച്ച് മടങ്ങാം. എവിടെയുമില്ല. നാളെ വിജയദശമി ദിവസം നാളെയാണ് എങ്കിൽ പോലും ഇന്നും സവിശേഷമായ ഇത്തരം ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതിപ്പോൾ ഇവിടെ വന്ന് ഈ മണ്ണിലിരുന്ന് അരിയിൽ മഞ്ഞൾ കൊണ്ട് അക്ഷരം കുറിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പുണ്യമായി, അത്രത്തോളം ജീവിത സൗഹൃദമായി എല്ലാവരും കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.